What did you do? എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പോൾ നമ്മുടെ വിഷു ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വിഷുവിൻ്റെ തലേദിവസം പടപടാന്നുള്ള കുറേ പണികളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാനേനെ വേഗം ഉറക്കി കിടത്തി. അപ്പോൾ നാനേരെ ഫസ്റ്റ് വിഷുവാണ്, കൂടെ തന്നെ നമ്മുടെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ വിഷുവാണ്. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളപ്പോൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് വീടെല്ലാം അലങ്കരിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആകെ മെസ്സായി കിടക്കുകയാണ്. ആദ്യം പൂജാ സാധനം കൃഷ്ണനൊക്കെ നന്നായി തുടച്ചെടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഒന്ന് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഞാൻ താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇത് അവിടെ ഇവിടെയും കൊണ്ട് കൊളുത്തിയിടണം നമുക്കപ്പോൾ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം തോന്നുന്നു വിഷു കൊന്ന നമ്മുടെ പ്ലാസ്റ്റിക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അവസരം കിട്ടി തൂക്കിയിടാനായിട്ട്. അപ്പോൾ നമ്മൾ ആകെ കട്ട കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി അത് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് നമുക്ക് ഇടണം. ഇനി ഭഗവാനെ തുടച്ചെടുക്കണേക്കാളും മുമ്പ് ഞാൻ ഇതിൽ കുറേ സാധനങ്ങൾ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പുറത്തെടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇല്ലാത്തത് വാങ്ങിക്കണം. അപ്പോൾ അതേ ഒരു കുഞ്ഞ് ബാഗിൽ ഞാൻ എല്ലാ പൂജാ സാധനങ്ങളും എല്ലാം ഞാൻ എടുത്ത് വയ്ക്കും. അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാൽക്കണ്ണാടിയും പട്ടും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇല്ലാത്തതെല്ലാം ഇന്ന് തന്നെ പോയി വാങ്ങണം. പിന്നെ നമ്മൾ പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം വാങ്ങി വെക്കണം. അപ്പോൾ വൈകുന്നേരമാണ് ഷോപ്പിംഗ് പരിപാടി. അപ്പോൾ അതിന് മുമ്പ് നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പോയി എല്ലാ സാധനങ്ങളും വാങ്ങാം. അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ ആകെ കറുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വിളക്കും എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് വേഗം വേഗം കഴുകി ഉണക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അപ്പോൾ വിഷുക്കണിക്ക് വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കണിക്കൊന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പൂ കൊണ്ട് വേണം ഞാൻ കൃഷ്ണന് മാല ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂ വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ കൃഷ്ണന് തുടയ്ക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണനും കൂടി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണിയും റെഡി ആയിട്ടാണ്. നമ്മുടെ വിഷുക്കണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടാണ്. മതി മോങ്കറയും ഞാനും അപ്പുറത്തിരുന്ന് കളിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെയാണ് കണി വയ്ക്കാൻ പോകണേട്ടാ. ഇവിടെ നമ്മൾ കണി വയ്ക്കാൻ പോവാണ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. നാനാ ഭയങ്കര കളിയില്ല. മോങ്കറി നാളെ കണ്ണനെ കാണണ്ടേ? ആ കണ്ണനല്ല അച്ഛമ്മ, ഭഗവാൻ കണ്ണനെ നാളെ നമുക്ക് കാണട്ടെ. നാളെ ഈ കണ്ണനെ നമുക്ക് സുന്ദരനാക്കിയിട്ട് കാണാട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ തോരണം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇന്ന് തന്നെ കണിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കും ഇവിടെ. അപ്പം നാളെ വന്ന് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി. പിന്നെ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുഞ്ഞൊരു മാല ഉണ്ടാക്കിയിട്ടാണ്. ഇതാണ് മാല. ഇതൊന്ന് എടുത്ത് വയ്ക്കണം ഫ്രിഡ്ജിൽ. തലേദിവസം തന്നെ കൃഷ്ണനെ എല്ലാം അലങ്കരിച്ച് എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എന്നിട്ട് വിളക്ക് മാത്രം കൊളുത്തിയാൽ മതി. എന്നിട്ട് വന്ന് കണി കാണാം.
ഈ മിററിൽ അച്ഛമ്മൻ്റെ മുഖം നോക്കിയ ഫസ്റ്റ് വിഷയം ചിച്ചേ ചിച്ചേ Ijaya apa pending kanda kanda okay നമ്മുടെ തമ്പായി വിഷുവിൻ്റെ അന്ന് രാവിലെ എനിക്ക് സ്കൂളിൽ പോകാൻ റെഡി വന്നുട്ടാ. എന്തൊക്കെയുണ്ട് തമ്പായിരവിടെ? പിന്നെ ഉണ്ണിയപ്പം വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മോങ്കറി. നമ്മുടെ വിഷുക്കട്ട റെഡിയായി. നമ്മളിതാണ് ബ്രേക്ക്ഫാസ്റ്റ് വിഷുവിന് അന്ന് കഴിക്കുക. ഇതും എനിക്ക് ശർക്കര നീരും പപ്പടം പിന്നെ സാമ്പാറായിട്ടുണ്ടെങ്കിൽ സാമ്പാറും കൂട്ടി കഴിക്കുക. ഭയങ്കര ടേസ്റ്റായിട്ടത്. അതിങ്ങനെ കേക്ക് കഷ്ണം പോലെ നമ്മൾ മുറിച്ചെടുക്കും.